ഹലോ സുഹൃത്തെ, എന്തൊക്കെയുണ്ട് വിശേഷം? ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. ഞാൻ താങ്കളെ വിളിച്ചത് നമ്മൾ നമുക്ക് ഒരുപാട് സ്കാംസ് നടക്കുന്നുണ്ട് കേരളത്തിൽ, ഇന്ത്യയിൽ, ലോകത്തൊക്കെ നടക്കുന്നുണ്ട് അല്ലേ? ഈ പാവപ്പെട്ടവരെ പറ്റിക്കുന്നൊരു പരിപാടിയുണ്ട്. പാവപ്പെട്ടവരെന്ന് പറഞ്ഞാൽ ഈ ലോൺ എടുത്തിട്ട് തിരിച്ചടയ്ക്കാൻ പറ്റാതെ ജപ്തി നടപടിയില്ല ആയിരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ. ഞാൻ മനസ്സിലായോ പറയുന്നത്? മനസ്സിലായി. അത് ഒന്നുകൂടെ വ്യക്തമായിട്ട് പറയാം. അതായത് ഇപ്പോൾ ഒരു സാധാരണക്കാർ, അതായത് അവർക്ക് പ്രത്യേകിച്ച് എംപ്ലോയി, അതായത് ഗവൺമെൻറ് എംപ്ലോയിയോ ഒന്നും അല്ലാത്ത സാധാരണക്കാർ, കൂലിപ്പണി ചെയ്യുന്നവരോ, അവരൊക്കെ ഗൾഫിൽ പോകാൻ വേണ്ടിയോ അല്ലെങ്കിൽ മകളുടെ കല്യാണം നടത്താനൊക്കെ ഇവർ ചെയ്യുന്നത് സഹകരണ സംഘത്തിലാണ്. ഇവർ എന്ത് ചെയ്യുക, ഈ പ്രോപ്പർട്ടി കൊണ്ടൊന്ന് പ്ലെഡ്ജ് ചെയ്തിട്ട് ലോൺ എടുക്കുക. അപ്പോൾ അവിടെ സഹകരണ സംഘത്തിൽ ആ ലോൺ എടുക്കുന്ന ആളുടെ സിബിലോ അല്ലെങ്കിൽ അതിൻ്റെ പർപ്പസിന് വേണ്ടിയുള്ള പ്രോജക്റ്റ് റിപ്പോർട്ടോ ഒന്നും ആവശ്യമില്ല. നമ്മൾ സാധാരണ ഒരു നാഷണലൈസ്ഡ് ബാങ്കിൽ നിന്ന് ലോൺ എടുക്കണമെങ്കിൽ നമുക്ക് അതിൻ്റെ പർപ്പസ് കാണിക്കണം, റീപേയ്മെൻറ്റ് കപ്പാസിറ്റി ഉണ്ടെന്ന് അവർ നോക്കും. അതിനാണ് സിബിൽ ചെക്ക് ചെയ്യുന്നത്. അത് ബിസിനസ് ആവശ്യത്തിനായിരിക്കും, അതായത് ഇൻകം ജനറേറ്റ് ചെയ്യാനായിരിക്കണം ലോൺ. അതാണ് സാധാരണ ഈ നാഷണലൈസ്ഡ് ബാങ്കൊക്കെ അങ്ങനെ കൊടുക്കുള്ളൂ. സോ ഈ സഹകരണ സംഘങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം ആൾക്കാർ ചേർന്നുണ്ടാകുന്ന സംഘങ്ങളെല്ലാം ഇവിടെ തട്ടിപ്പ് നടത്തുന്നത് പാവപ്പെട്ടവർ കൊണ്ടുവന്ന് പ്ലെഡ്ജ് ചെയ്യും. പ്രോപ്പർട്ടി പ്ലെഡ്ജ് ചെയ്യുമ്പോൾ ആ പ്രോപ്പർട്ടിയുടെ ഒരു പകുതി എമൗണ്ട് ലോണായിട്ട് അവർ കൊടുക്കും. അത് കൂട്ടുപലിശയാണ്. ഇതൊക്കെ അറിയാലോ താങ്കൾക്ക്? ഓക്കെ. അപ്പോൾ അങ്ങനെ എടുത്ത് ഗൾഫിൽ പോകാനോ മകളുടെ കല്യാണത്തിനോ ഈ വേണ്ടി ലോൺ എടുക്കുന്നവർ ചിലപ്പോൾ തിരിച്ചടവ് മുടങ്ങാം. രണ്ട് രീതിയിലാണ്. ചിലപ്പോൾ മകളുടെ കല്യാണം നടത്തി കഴിഞ്ഞിട്ട് ആ ഗൃഹനാഥന് വീട്ടിൽ സാമ്പത്തികം അടയ്ക്കാനില്ലാത്ത അവസരത്തിൽ അടയ്ക്കാതെ വരും. അപ്പോൾ ഈ അടയ്ക്കാതെ സാധാരണ നമ്മളൊരു നാഷണലൈസ്ഡ് ബാങ്കിൽ നിന്നോ വണ്ടിയോ ലോൺ എടുത്താൽ 1-2 മുടക്കോ ആകുമ്പോൾ അവിടുത്തെ ലോൺ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് നമുക്ക് കോൾ വരും, റിമൈനിങ് കോൾ അല്ലേ, ലോൺ അടച്ചില്ലല്ലോ എന്ന് പറഞ്ഞ്. അതേസമയം സഹകരണ സംഘത്തിൽ നിന്ന് അങ്ങനെ ഇതുവരെ ആർക്കും കോൾ ചെയ്യത്തില്ല. അപ്പോൾ അവർ സാധാരണ നമ്മൾ ഒരാളിൽ നിന്ന് കാശ് കടം മേടിച്ചാൽ തിരിച്ചു കൊടുക്കാൻ തോന്നുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, കടം തന്ന ആൾ നമ്മളെ വിളിച്ചല്ലോ തിരിച്ചു കൊടുക്കാൻ തോന്നുക. അങ്ങനെ ശല്യം ചെയ്യുമ്പോഴാണ്. അല്ലെങ്കിൽ നമ്മളങ്ങനെ അത് മറന്നിരിക്കും. ഏറ്റവും പ്രിഫറൻസ് കൊടുക്കുന്നത് മറ്റ് സംഭവത്തിനാണ്. ഓക്കെ. അപ്പോൾ ഇതിനകത്ത് സംഭവം എന്ന് പറഞ്ഞാൽ ഈ ലോൺ അടവ് മുടങ്ങുമ്പോൾ ഇവരെന്ത് ചെയ്യുക, ജപ്തിയിലോട്ട് വരും. അപ്പോഴാണ് സോഷ്യൽ മീഡിയയിൽ ഒരു പരസ്യം കാണുന്നത്, ജപ്തി നടപടികളാണോ, ജപ്തി നടപടികളാണെങ്കിൽ നിങ്ങൾ ഇന്ന സ്ഥലത്ത് പോവോ, അതൊരു സ്ഥാപനത്തിൻ്റെ പേര് പറയും. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവർ നിങ്ങളുടെ ജപ്തി നടപടികളെല്ലാം പരിഹരിക്കും. ഇത് അഡ്വർടൈസായിട്ടാണ് വരുന്നത് മെറ്റയിൽ, അതായത് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും പരസ്യം അഡ്വർടൈസായിട്ടായിരിക്കും വരുന്നത്. പക്ഷേ പാവങ്ങൾക്ക് ഇത് അഡ്വർടൈസ് എന്ന് സാധാരണക്കാരൻ, ഇപ്പോൾ നമ്മളൊക്കെ ആണെങ്കിൽ ഒരു വീഡിയോയോ ഇമേജോ കണ്ടാൽ അതിൽ ആഡ് ആ ഏത് പേജാണോ അതിനെ തൊട്ട് AD എന്നുണ്ടാവും. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് ആഡാണ്. സാധാരണക്കാരൻ അതൊന്നും അറിയില്ല, അവരത് ആഡാണെന്നോ ഒന്നും അറിയില്ല. ഓക്കെ. അപ്പോൾ ഇവിടെയാണ് സ്കാം നടക്കുന്നത്. അപ്പോൾ അതിലൊരു നമ്പർ ഉണ്ടാവും. നമ്പറിൽ ഇപ്പോൾ ഇത് ഞാൻ പറയാൻ കാരണം, എൻ്റെ ഒരു അകന്ന റിലേറ്റീവ് കോഴിക്കോട് നിന്ന് വന്നു ഇവിടെ ഒരു സ്ഥാപനത്തിൽ കാണാൻ വേണ്ടിയാണ് വന്നത്. പക്ഷെ അവർ എന്തിനു വേണ്ടി വന്നതെന്നൊക്കെ ആ ദിവസം 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ അറിയുന്നത്. എൻ്റെ വീട്ടിൽ താമസിച്ചിട്ട് അവർക്ക് ഇവിടെ ഒരു മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞ് ഫാമിലിയായിട്ട് വരുന്നു, മക്കളും തള്ളയെല്ലാം കൂടെ വരുന്നു. അത് കഴിഞ്ഞ് 2 ഡേയ്സ് കഴിഞ്ഞിട്ടാണ് അവർക്കൊരു സ്ലോട്ട് നിശ്ചയിക്കുന്നു, ഇന്ന ദിവസം ഇന്ന സമയത്ത് എത്താൻ. അപ്പോഴാണ് ഞാൻ ചോദിക്കുന്നത് എന്തിനു വേണ്ടി. അപ്പോഴാണ് അറിയുന്നത് എനിക്ക് പരിചയമുള്ളൊരു ഈ കേട്ടിട്ടുള്ളൊരു സ്ഥാപനത്തിൻ്റെ പേര് അവർ പറയുന്നത്. ഞാൻ പറഞ്ഞു അവിടെ ചെല്ലരുത്, ചെന്നാൽ ചില പ്രശ്നങ്ങളുണ്ട്. എന്താണ് പ്രോബ്ലം, അവിടെ ചെന്നാൽ നടക്കുന്നത് എന്താണെന്ന് ഞാൻ താങ്കളോട് വ്യക്തമാക്കാം. അതായത് ഇപ്പോൾ താങ്കൾക്കാണ് ഒരു ജപ്തി നടപടിയുടെ പരിപാടിയായിട്ട് താങ്കൾ ഈ സ്ഥാപനത്തെ വിളിച്ചാൽ അവർ പറയുന്നത്, അപ്പോൾ സാർ താങ്കൾ ഇപ്പോൾ ഇന്ന് തിങ്കളാഴ്ച വിളിച്ചാൽ അവരൊരു ബുധനാഴ്ച അപ്പോയിൻമെൻ്റ് ഡേറ്റ് തരും. തിങ്കളാഴ്ച വിളിക്കുക, ബുധനാഴ്ച 4 മണിക്ക് വൈകിട്ട് 4 മണിക്ക് എത്താൻ പറയും. ഈ സമയം കറക്റ്റായിരിക്കണമെന്നും പറയും. അപ്പോൾ താങ്കൾ മിക്കവാറും കോഴിക്കോടാണെങ്കിൽ എന്ത് ചെയ്യും, തലേ ദിവസമേ ഹോട്ടലിൽ റൂം എടുത്ത് ഇവിടെ വരാൻ വേണ്ടി 4 മണിക്ക് എത്താൻ വേണ്ടി വരും. ഈ ഓഫീസിൽ 4 മണിക്ക് എത്തുമ്പോൾ ഒരു റിസപ്ഷനിൽ ഇരിക്കുന്ന ഒരു പെൺകുട്ടി പറയുന്നത്, ആദ്യമേ പറയും, അതായത് അപ്പോയിൻമെൻറ്റ് സാറുമായിട്ട് സംസാരിക്കുന്നതിന് വേണ്ടി 1 മണിക്കൂർ അരമണിക്കൂർ സംസാരിക്കാൻ 500 രൂപ ഫീസ് കെട്ടണം ആദ്യം.
അപ്പോൾ റിസപ്ഷനിൽ വന്ന് നമ്മൾ നമ്മുടെ പേരും നമ്പറും എഴുതിയിട്ട് 500 രൂപ ഫീസ് കിട്ടും. ഓക്കെ, അപ്പോൾ 500 രൂപ ഫീസ് കിട്ടുമ്പോൾ 1 സെക്കൻഡ്, ഈ ചില ആൾക്കാരെ കട്ട് ചെയ്ത് വിട്ടാലും പിന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നു. അവർക്ക് മനസ്സിലാവുന്നില്ല എന്തിനാണ് കട്ട് ചെയ്യുന്നതെന്ന്. 1 സെക്കൻഡ്. ഓക്കെ, 500 രൂപ ഫീസ് കിട്ടുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഈ സാറുമായിട്ട് അപ്പോയിൻമെൻറ്റ്, അതായത് അരമണിക്കൂർ സംസാരിക്കൽ. അപ്പോൾ 500 രൂപ ഫീസ് അവിടെ ഗൂഗിൾ പേയോ ക്യാഷോ അടച്ചിട്ട് സാറിൻ്റെ റൂമിലോട്ട് ചെല്ലും. സാർ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ നിങ്ങളുടെ കിടിപിടികളെല്ലാം എടുക്കൂ എന്ന് പറയും. അപ്പം നമ്മൾ ഈ പാവങ്ങൾ എന്ത് ചെയ്യും, ഈ ലോണിന് കൊടുത്ത ഡോക്യുമെൻറ്റും കാര്യങ്ങളെല്ലാം അദ്ദേഹത്തിന് സമർപ്പിക്കും. അദ്ദേഹം അതെല്ലാം വായിച്ച് നോക്കുന്നതായിട്ട് അഭിനയിച്ചിട്ട് പറയും, ഓക്കെ ഇതിന് നമുക്ക് എന്താണ് പറയുന്നത്, അതിനെ ബാൻ ചെയ്യാം. ബാൻ ചെയ്യുന്നതിന് വേറെ വാക്കാണ് പറയുന്നത്, കോടതിയുടെ ഒക്കെ പേരിൽ എന്താണ് നടപടികൾ നമ്മൾ എന്ത് പറയുക, കോടതികൾ റദ്ദാക്കുക, അല്ല താൽക്കാലികമായിട്ട് എന്താണ് അല്ലല്ല, ഇത് നമ്മളിപ്പോൾ ഒരു ഇത്തരം സിവിൽ കേസുകൾ നമ്മൾ കോടതിയിൽ കൊടുത്താൽ അവിടെ നമുക്കതിനെ തടഞ്ഞു വയ്ക്കും കുറച്ച് നാളത്തേക്ക്. അതിനൊരു വാക്കുണ്ട്, ഞാൻ മറന്നുപോയി. സോ അങ്ങനെ ചെയ്യാം. അങ്ങനെ ചെയ്യുന്നതിന് ഇപ്പം എത്രയാണോ ലോൺ എമൗണ്ട് അതിൻ്റെ ഒരു പെർസെൻറ്റേജ് ഇട്ടാൽ പറയാം. ഇപ്പോൾ ഏകദേശം ഒരു 50 ലക്ഷമാണെങ്കിൽ ഇദ്ദേഹം പറയും ഒരു 5 ലക്ഷം രൂപയൊക്കെ തന്നാൽ ഞാനിത് ഹൈക്കോടതിയിൽ കൊടുത്ത് ബാൻ ചെയ്യിക്കാം. ഈ വരുന്നവർക്ക് 5 ലക്ഷം പോയിട്ട് 50,000 പോലും എടുക്കാൻ ഉണ്ടാവില്ല. ഓക്കെ, അവരത് കേട്ട് ഇയാൾ ഈ വന്ന ഫയലും വെച്ചിട്ട് ശരി പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് മടക്കി വയ്ക്കുന്നു. ഇപ്പോൾ ഇത്രയും സംസാരിക്കാൻ ഒരു 10 മിനിറ്റ് വേണ്ടല്ല, അവരെ ഇറക്കി വിടുന്നു, അടുത്ത ആൾ വരുന്നു. അങ്ങനെ ഒരു ദിവസം ഞാനിത് നേരിട്ട് കണ്ടതാണ്, അതുകൊണ്ട് പറയുന്നത്, ഒരു ദിവസം ഏകദേശം ഒരു 30 പേർക്കുള്ള അപ്പോയിൻമെൻറ്റാണ് കൊടുക്കുക. അപ്പം 30 പേരുടെ അപ്പോയിൻമെൻറ്റ് കൊടുക്കുക. 30 × 500 13 15 എത്രയാണ്, 15,000 രൂപ ഒരു ദിവസം വരുമാനം അല്ലേ? 15,000 രൂപ വരുമാനത്തിൽ ഇദ്ദേഹത്തിന് ഒരു മാസം 24, അതായത് ശനി ഞായറും ഇല്ല, അപ്പോൾ 24 വർക്കിംഗ് ഡേയ്സിൽ 15,000 രൂപ വെച്ച് എത്ര രൂപയായിരിക്കും ഒരു മാസം വരുമാനം? ഇദ്ദേഹം സ്പെൻഡ് ചെയ്യുന്നത് ഒരു ദിവസം 200 രൂപയാണ്. എവിടെ? മെറ്റയ്ക്ക്. ഇദ്ദേഹത്തോട് ഞാൻ സംസാരിച്ചപ്പോൾ ഇദ്ദേഹം പറയുന്നത്, ഞാൻ പത്തനംതിട്ട, കൊല്ലം, തിരുവനന്തപുരം, കാസർഗോഡ് ഈ 4 ജില്ലയിൽ പരസ്യം ചെയ്യില്ല. വൈ എന്ന് ചോദിച്ചപ്പം അവരിന്ന് കാശ് മേടിക്കാൻ വലിയ പാടാണ്. കാരണം ഞാൻ മനസ്സിലാക്കുന്നത് ഈ കൊല്ലം, തിരുവനന്തപുരം, പത്തനംതിട്ട, കാസർഗോഡ് ഉള്ള ആൾക്കാർ എനിക്ക് തോന്നുന്നു, ഞാനും ബിസിനസ് ചെയ്യുന്ന ആളാണ്, അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇവർ ഒന്ന് കേട്ടുടനെ കാശൊന്നും കൊടുക്കില്ല, വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ടൊക്കെ പൈസ കൊടുക്കും. 500 രൂപയായാൽ പോലും അങ്ങനെ കൊടുക്കുള്ളൂ. സോ ഇത് മലബാറുകാരെ കണ്ട് കൂടുതൽ ഇദ്ദേഹം എന്ത് ചെയ്യുക, മലബാറിലേക്ക് ഉള്ളവരെയാണ് കൂടുതലും ഇദ്ദേഹം ടാർഗറ്റ് ചെയ്യുന്ന പീപ്പിൾസ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഈ സാധാരണക്കാരായതുകൊണ്ട് ഇവർ വിചാരിക്കുക 500 രൂപയും പിന്നെ അവരുടെ താമസവും സൗകര്യം എല്ലാം കൂടെ ഒരു 10,000, 2,000, 3,000 തീർന്നു പോയി. ആരും ഇതിനകത്ത് വരുന്നതിനകത്ത് ഏറ്റവും വലിയ കോമഡി, വണ്ടി CC എടുക്കുന്നവർ വരാറുണ്ട്. പിന്നെ അങ്ങനെ അപ്പം കടം മേടിച്ചിട്ട് തിരിച്ചു കൊടുക്കാതെ അവർ കൊണ്ടുവന്ന് കേസ് കൊടുക്കും. ചില ചെക്ക് കൊടുത്തിട്ട് കേസ് കൊടുക്കുന്നവരുണ്ട്, അവർ വരാറുണ്ട്. ഇവരെല്ലാം ഇദ്ദേഹം കൺസൾട്ട് ചെയ്യും 500 രൂപ മേടിച്ചിട്ട്. പുള്ളിയുടെ എന്താണ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ദിവസം 30 പേരെ കൺസൾട്ട് ചെയ്യുമ്പം 15,000 ഉണ്ടാക്കണം. റിസപ്ഷൻ ഇരിക്കുന്ന പെണ്ണിന് ഒരു 10,000 രൂപ സാലറിയും പിന്നെ ഓഫീസിന് ഒരു 15,000 രൂപ വാടകയും കൊടുക്കുമ്പം 25,000 ഒരു മാസം തീരും. ബാക്കി പൈസ ഇദ്ദേഹത്തിൻ്റെ കയ്യിലാണ്. ഇതൊരു സ്കാം. ഇത് നമ്മൾ ആരും ശ്രദ്ധിക്കാതെ പോണ ഒരു സ്കാമാണ്. താങ്കൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായമുണ്ടോ? അല്ല, ഇത് കേട്ടിട്ടുണ്ടോ ഇങ്ങനെ ഒരു സംഭവം? എന്താ പറഞ്ഞേ? അല്ല, അദാലത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ അദാലത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ബാങ്ക് അവരുടെ ജപ്തി നടപടിയിലോ ലോൺ അടയ്ക്കാത്തവർക്ക് അദാലത്ത് എന്ന് പറഞ്ഞൊരു സംഭവം വെക്കുകയും അത് വന്ന് അപ്പം അതിനൊരു അതായത് ഷോർട്ട് പീരീഡിൽ പെട്ടെന്ന് അടയ്ക്കുകയാണെങ്കിൽ ഇത്ര ഗഡുക്കളാകാമെന്നും പലിശ കുറയ്ക്കാമെന്നൊക്കെ പറയുന്നതാണല്ലോ അദാലത്ത് എന്ന് പറയുന്നത് അല്ലേ? അതെ, അതായത് ഒരു ഫിനാൻസ് സ്ഥാപനം അവരുടെ മുടങ്ങിക്കിടക്കുന്ന തുക പിടിച്ചെടുക്കാൻ വേണ്ടിയുള്ള ഒരു സംവിധാനമാണോ അദാലത്ത്? പക്ഷേ ഇത് അദാലത്തല്ലല്ലോ. ഒരു വ്യക്തി ഇരുന്ന് മേശയും കസാരയിട്ട് കാശുണ്ടാക്കിയല്ലേ. നമ്മളിപ്പോൾ താങ്കൾക്കിപ്പോൾ അസുഖം വന്നൊരു ഡോക്ടറെ അടുത്ത് കൺസൾട്ടിന് പോകുമ്പം ഡോക്ടറെ അയാൾ മറ്റേ സ്റ്റെതസ്കോപ്പ് വെച്ച് അവിടെ എവിടെയും തൊട്ട് നോക്കിയിട്ട്
ശരി ഒരു കുറിപ്പടി എഴുതി തരും, 200 രൂപ കൊടുക്കും, അല്ലെങ്കിൽ ഇപ്പം 200 തോന്നുന്നു, 200 കൊടുക്കും അല്ലേ, 5 മിനിറ്റ് പരിപാടിക്ക്. അതിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ്. കാരണം നമ്മളൊരു രോഗമായിട്ട് പനിയോ ചുമയായിട്ട് ചെല്ലുന്നു, അപ്പോൾ നമ്മളെ സ്റ്റെതസ്കോപ്പ് വെച്ച് ചെക്ക് ചെയ്തു, ഒരു കുറിപ്പടി എഴുതുന്നു, അത് വയ്ക്കും. നമുക്കത് കോമൺ മരുന്നുകളാണ് ഇദ്ദേഹം എഴുതുന്നത്. അതുകൊണ്ട് സുഖം പ്രാപിക്കുന്നത് കൊണ്ട് നമ്മളവിടെ സാറ്റിസ്ഫൈഡ് ആണ്, 200 കൊടുക്കുന്നത്. പക്ഷേ ഇവിടെ എന്ത് സുഖമാണ് പ്രാപിക്കുന്നത്? ഇത് ഇദ്ദേഹത്തിൻ്റെ വാക്ക് കേട്ടിട്ട് ഈ വരുന്നവരൊക്കെ എന്ത് സുഖം പ്രാപിക്കലാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിനെതിരെ നടപടിയെടുക്കുക എന്ന് പറഞ്ഞാൽ ഇതൊന്നും ആരും ശ്രദ്ധയിൽപ്പെടാത്തുണ്ട്. ഇവരിപ്പം നമ്മളെ കേരള സർക്കാരൊക്കെ തൂഫാൻ്റെ, അതായത് ലഹരിക്കെതിരെ മാത്രമാണ് പോയിരുന്നത്. അപ്പോൾ ലഹരി മാത്രമല്ലല്ലോ ഈ വിഷങ്ങൾ, ലഹരി മാത്രമല്ല, ലഹരി വേണ്ടാന്നല്ല, അതിനെതിരെ പോകണം. പക്ഷേ അതുപോലെ ഇത്തരം പരിപാടിയിലും പോകണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതും സാധാരണക്കാരെ പറ്റിക്കുന്ന പരിപാടിയാണത്. ഇപ്പം ഞാൻ ഈ സംസാരിക്കുന്നതിൽ കേൾക്കുന്നവർക്ക് തോന്നുന്നു ഇതൊക്കെ വെറുതെ പറയാൻ. അങ്ങനെയൊന്നുമില്ല. എന്നെ പേഴ്സണലി കോൺടാക്ട് ചെയ്യുന്നവർക്ക് ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കും, കമ്പനി ഇതാണെന്ന്. നേരെ പോയി സെർച്ച് ചെയ്യാം, നിങ്ങൾക്ക് അന്വേഷിക്കാം എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ താങ്കൾ ഇന്ന് എനിക്കൊരു സംഭവം പറഞ്ഞു, പ്രിയദർശിനി ബസ്സിൻ്റെ എന്തോ സംഭവം എന്തായിരുന്നത്? അത് നഷ്ടത്തിൽ പ്രിയദർശിനി കൊണ്ട് ഗവൺമെൻറ് നഷ്ടമാണ്. ഗവൺമെൻറ്റിന് നഷ്ടം എന്ന് പറഞ്ഞാൽ ആരുടെ നഷ്ടമാണ് യഥാർത്ഥത്തിൽ? യെസ്. അതുകൊണ്ട് ഗവൺമെൻറ് എന്ന് പറയുന്ന നമ്മൾ തിരഞ്ഞെടുത്തവർക്ക് എന്തെങ്കിലും നഷ്ടമുണ്ടോ? അവൻ്റെ വീട്ടിൽ നിന്നാണോ കൊടുക്കുന്നത്? അല്ല. അവർക്കെന്താണ് വേണ്ടത്? പുതിയ ഭരണം കിട്ടാൻ വേണ്ടി പല പല ഓഫറുകളും കൊടുക്കുന്നു. അതിൽ അല്ലെങ്കിൽ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ MLA-മാരെല്ലാം കൂടി ചേർന്ന് ഒരു മാസം ഇത്ര വിഹിതം KSRTCക്ക് ഞങ്ങൾ തരാം. അവരാണല്ലോ ഓഫർ കൊടുത്തത്. അതായത് ഇപ്പോൾ ഭരണത്തിലുള്ള MLA-മാരെല്ലാം കൂടെ അവർക്ക് സാലറിയൊക്കെ ഉണ്ടല്ലോ, അതിൽ ഒരു വിഹിതം, ഇതാണ് ഞങ്ങളുടെ വിഹിതം എന്ന് പറഞ്ഞ് KSRTC കൊടുക്കണം ഈ ഓഫർ. അപ്പോൾ അത് മെയിൻറ്റെയിൻ ആവും. ഇതിപ്പോൾ ജനങ്ങളാണ് സഹിക്കേണ്ടത്. ഇതെല്ലാം പബ്ലിക് പ്രോപ്പർട്ടി ആണല്ലോ. അപ്പോൾ ഇത് KSRTC നഷ്ടത്തിലായിരിക്കുമ്പം വീണ്ടും നഷ്ടത്തിലേക്ക് പോകുന്നു അല്ലേ? എനിക്ക് തോന്നുന്നത് ശരിയാണെങ്കിൽ ഇപ്പോൾ MG റോഡിൽ നിന്ന് പാലാരിവട്ടം വരെ ഓട്ടോറിക്ഷയിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്ന സ്ത്രീകൾ ഇപ്പം ബസ്സിൽ തന്നെയാണ് പോകുന്നത് അല്ലേ? കാരണം മറ്റേ എന്താ പറയുക, ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യണമെന്നുള്ളൂ. ആ ബസ്സിൽ കയറുന്നു, പാലാരിവട്ടത്ത് ഇറങ്ങുന്നു, ഒരു പൈസയും കൊടുക്കണ്ടല്ലോ. കൂടുതൽ മറ്റേത് ഇപ്പം നമ്മളിപ്പോൾ MG റോഡിൽ നിന്ന് പാലാരിവട്ടത്ത് വരാൻ വേണ്ടി ഓട്ടോറിക്ഷ പിടിച്ച് പോകണമെങ്കിൽ ഒരുപാട് പ്ലാൻ ചെയ്തായിരിക്കും പോകണം. ഒന്നും മറന്നു പോകാതെ എഴുതിയൊക്കെ കൊണ്ടുപോകും. കാരണം വീണ്ടും ഓട്ടോയ്ക്ക് പൈസ കൊടുക്കണ്ടല്ലോ എന്ന് കരുതി. ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല. ഒരെണ്ണം മേടിക്കുന്നു, മറന്നുപോയാൽ വീണ്ടും പോകാം, എവിടെയും സഞ്ചരിക്കാമല്ലോ. ശരിക്കും പറഞ്ഞാൽ പുരുഷന്മാർക്കും വേണോ ഇത് സൗജന്യ യാത്ര? സ്ത്രീകൾക്ക് മാത്രം എന്തിനാണ്? സ്ത്രീ ശാക്തീകരണം, അതായത് സ്ത്രീകൾ വോട്ട് ബാങ്ക് വേണം സ്ത്രീകളുടെ, അതല്ലേ? അങ്ങനെയുള്ള ഓഫറും ഉണ്ട്. പിന്നെ ഭരണം, ആ തൊട്ട് മുന്നേ ഉള്ള ഭരണത്തിൻ്റെ എന്താണ് നമ്മൾ പറയുന്നത്, ഏകാധിപത്യ സ്വഭാവത്തിൽ നിന്നും ആൾക്കാർ മടുത്തിട്ടുണ്ടാവും. ഏകാധിപത്യം എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ. നമുക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമുക്ക് ഒരു വ്യക്തിയുടെ എന്തൊക്കെയാണെന്ന് അതെന്ന് വെച്ചാൽ, ഒരു വ്യക്തിയുടെ വിദ്യാഭ്യാസ യോഗ്യത, അവൻ്റെ അവൻ്റെ എന്ത് പ്രൊഫൈൽ അല്ല എന്ത് പ്രൊഫഷനാണോ അതിലുള്ള എക്സ്പീരിയൻസ് എല്ലാം കൂടെ ചേർന്നൊരു പ്രിവിലേജ് ഉണ്ടാവും സമൂഹത്തിൽ അല്ലേ? ആ പ്രിവിലേജിന് ഉപരിയായി അതിഭീകരമായ പ്രിവിലേജ് കിട്ടുമ്പോൾ ആ വ്യക്തികൾ സ്വയം മറക്കും. അത് സ്വയം ഇങ്ങനെ തോന്നുന്നു. രാത്രി കിടന്നുറങ്ങും, എന്തിനു വേണ്ടി ഇവരൊക്കെ എന്നെ ബഹുമാനിക്കുന്നു, ഞാൻ അതിനു വേണ്ടി ഒന്നും അല്ല. അവർ ബാക്കിലോട്ട് ഹിസ്റ്ററി ചിന്തിക്കുമ്പോൾ അങ്ങനെയാണ്. ഈ സിനിമാ താരങ്ങളും നടന്മാരും ഉണ്ടാകുന്നത് അങ്ങനെ. അതുകൊണ്ട് അവർക്ക് അഹങ്കാരം ഉണ്ടാകുന്നത് അങ്ങനെയുള്ളൊരു കാര്യം. ഒരു വ്യക്തിയുടെ പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തുള്ള പ്രിവിലേജ് കിട്ടുമ്പോൾ അവർ അഹങ്കാരികളായി മാറും. അത് ഇവിടെ സംഭവിക്കുന്നത് അങ്ങനെ അനാവശ്യമായി. അതായത് ഒരാൾക്കുള്ള, ഇപ്പം ഞാൻ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, ഞാൻ എൻ്റെ വിദ്യാഭ്യാസം, എൻ്റെ അറിവ്, എൻ്റെ പ്രൊഫഷൻ ഇതെല്ലാം കൂടെ ചേർത്ത് ഞാനൊരു പ്രിവിലേജ് ആഗ്രഹിക്കുന്നു. അതിൽ കൂടുതലൊരു പെട്ടെന്നൊരു ദിവസം കിട്ടുമ്പോൾ ഞാൻ മറന്നു പോകും.
അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ആ മതിമറച്ചിലാണ് എല്ലാം. ഈ പ്രിവിലേജ്, ഓവർ പ്രിവിലേജ് കിട്ടുന്നതാണ് വ്യക്തികൾക്ക് കിട്ടുമ്പോഴാണ് മതിമറന്നു പോകണമെന്നാണ് എൻ്റെ തോന്നൽ. അതിൽ നിന്നാണ് എല്ലാം സംഭവിക്കുന്നത്. അപ്പോൾ എന്താ പറയുന്നത്, പിന്നെ അപ്പോൾ താങ്കളുടെ അഭിപ്രായത്തിൽ ഈ പ്രിയദർശിനി എന്ന് പറയുന്ന ട്രാവൽ പരിപാടി നിർത്തണമെന്നാണ്? നിർത്തണം എന്നല്ല, ഓഫർ ചെയ്തതുവരെയും ഇപ്പോൾ തമിഴ്നാട്ടിലൊക്കെ സ്ത്രീകൾ യാത്ര കർണാടകയിലും ഫ്രീയാണ്. അപ്പോൾ കർണാടക, അപ്പോൾ അങ്ങനെ ഇപ്പോൾ നിർത്തണം എന്നല്ല, അതൊരു ചാരിക്കരി എടുത്ത ഒരു തീരുമാനമായിരുന്നു. അതായത് നമ്മളുടെ നാട്ടിലെ KSRTCക്ക് ഉണ്ടായിക്കൊണ്ടിരുന്ന വരുമാനം അതിൽ നിന്നുണ്ടായിക്കൊണ്ട് അതൊന്നും കാൽക്കുലേറ്റ് ചെയ്യാതെയാണ്. അതിപ്പോൾ അവരൊക്കെ കാൽക്കുലേറ്റ് ചെയ്തതിന് അവരുടെ വീട്ടിൽ നിന്നും, അല്ലെങ്കിൽ ഈ ജയിച്ച MLA-മാർ അവിടെ ഷെയർ കൊടുക്കണം. അങ്ങനെയാകുമ്പോൾ അവർക്ക് നോവും. അപ്പോൾ അവർ വേണ്ടെന്ന് പറയും. അങ്ങനെ വേണമായിരുന്നു. ഞങ്ങൾ ജയിച്ച് വന്നവരെല്ലാം ഷെയർ തരാം, അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അവർക്ക് നോവും. അവിടെ കിട്ടുന്ന എമൗണ്ട് കുറയുമല്ലോ. അല്ലേ? അങ്ങനെയല്ലേ? അപ്പോൾ അവർ തീരുമാനത്തിലെത്തില്ല. അങ്ങനെയല്ലേ? സൗജന്യം കൊടുക്കുന്നത് നാട്ടുകാരുടെ നികുതി പണം അവിടുത്തല്ല കൊടുക്കേണ്ടത്. വല്ലവന്നെ പോക്കറ്റിൽ നിന്ന് കാശ് കണ്ടുകൊണ്ട് നമ്മൾ പിന്നെ ഇവിടെ എന്താ പറയുക, പട്ടിയെ വളർത്തുന്ന പോലെ ആയില്ലേ ഇത്? അങ്ങനെയാണല്ലോ. ഓക്കെ, എന്തായാലും ഈ രാത്രിയിൽ താങ്കളെ ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നില്ല. നമുക്കിത് കൺക്ലൂഡ് ചെയ്യാം. താങ്ക് യു. ഗുഡ് നൈറ്റ്.